നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാർട്ടൂൺസിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ചില റയർ ക്യാരക്ടേഴ്സിനെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് സ്കൂബി ഡു എന്ന കാർട്ടൂൺ. നമ്മൾ പണ്ട് മുതലേ CNN-ലൂടെ കണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് സ്കൂബി ഡു എന്ന കാർട്ടൂൺ. സ്കൂബി ഡു എന്ന കാർട്ടൂൺ പൊതുവെ രാത്രിയിലാണ് ഉണ്ടാവുക. സ്കൂബി ഡു കാർട്ടൂണിൽ സ്കൂബിയെ നമുക്കറിയാം, എന്നാൽ അധികം ആരും കണ്ടിട്ടില്ലാത്ത സ്കൂബി ക്യാരക്ടറിന്റെ കസിൻ ഉണ്ട്, അതാണ് സ്ക്രാബി ഡു. 1980-ൽ പുറത്തിറങ്ങിയ സ്കൂബി ഡു ആൻഡ് സ്ക്രാബി ഡു എന്ന എപ്പിസോഡിലാണ് ഈ ഒരു ക്യാരക്ടറെ ആദ്യമായി കൊണ്ടുവന്നത്. ഈ ഒരു ക്യാരക്ടറെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, എന്നാൽ സ്കൂബി ഡു ക്യാരക്ടറിന് ഒരു അപ്പൂപ്പൻ കൂടിയുണ്ട്. 80-ൽ പുറത്തിറങ്ങിയ ഒരു റയർ എപ്പിസോഡിൽ മാത്രമേ ഈ ഒരു അപ്പൂപ്പൻ ക്യാരക്ടർ വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ മറ്റൊരു റയർ എപ്പിസോഡിൽ സ്കൂബി ഡുവിന്റെ ഡാഡിയെ മമ്മിയെ കാണിച്ചിട്ടുണ്ട്. സ്കൂബി ഡുവിന്റെ അച്ഛനാണ് ദാദാ ഡു, അമ്മ ക്യാരക്ടറാണ് മംസി ഡു. സ്കൂബി ഡുവിന് മറ്റൊരു കസിനുണ്ട്, ഈ ഒരു കസിനാണ് സ്കൂബി ഡം. ഇനിയും ഒരു കസിൻ കൂടിയുണ്ട്, അതാണ് സ്കൂബി ഡി. ഇനിയും കസിനുണ്ട്, അതാണ് ഡിക്സി ഡു. റയർ എപ്പിസോഡിൽ മാത്രമേ ഇവരെ കാണിച്ചിട്ടുള്ളൂ. ഈ ലിസ്റ്റിലെ മുഴുവൻ ക്യാരക്ടേഴ്സിനെയും 99% ആളുകളും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ ലിസ്റ്റിലെ മുഴുവൻ ക്യാരക്ടേഴ്സിനെയും അറിയാമെങ്കിൽ നിങ്ങൾ ഒരു റയർ തന്നെയാണ്. സ്കൂബി ഡുവിന്റെ അവസാനത്തെ കസിനാണ് വൂപ്സി ഡു. 70-ൽ പുറത്തിറങ്ങിയ ദ ന്യൂ സ്കൂബി ഡു എന്ന സീരീസിൽ ഒരു റയർ എപ്പിസോഡിൽ മാത്രമേ വൂപ്സി ഡു വരുന്നുള്ളൂ. അടുത്ത കാർട്ടൂണാണ് പോപ്പായി എന്ന കാർട്ടൂൺ. വേൾഡ് ഫേമസ് ആയ ഒരു അമേരിക്കൻ കാർട്ടൂണാണ് പോപ്പായി. പോപ്പായി എന്ന ക്യാരക്ടറെ നമുക്കറിയാം, എന്നാൽ പോപ്പായി ക്യാരക്ടറിന് മറ്റു ചില റിലേറ്റീവ്സ് ഉണ്ട്, അവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യത്തെ ക്യാരക്ടറാണ് പോപ്പായുടെ അമ്മാവൻ. പോപ്പായുടെ അമ്മാവനാണ് പൂപ്പ് ഡക്ക് പാപ്പി. 1940-ൽ പുറത്തിറങ്ങിയ വിത്ത് പൂപ്പ് ഡക്ക് പാപ്പി എന്ന റയർ എപ്പിസോഡിൽ മാത്രമേ ഈ ഒരു ക്യാരക്ടർ വന്നിട്ടുള്ളൂ. ഈ ഒരു ക്യാരക്ടറിന് 99 വയസ്സുണ്ടായിരുന്നു. ഇതുപോലെ പോപ്പായിക്ക് സ്കൂബി ഡുവിന്റെ പോലെ തന്നെ ചില കസിൻസും ഉണ്ട്. 3 കസിൻസ് ആണ് ഉള്ളത്, പിപ്പായി, പൂപ്പായി, പേപ്പായി. ഇവർ 3 പേരും പോപ്പായുടെ തന്നെ ഒരു മിനി വെർഷൻസ് ആണ്. 40-ൽ പുറത്തിറങ്ങിയ റയർ എപ്പിസോഡിൽ മാത്രമേ ഈ ഒരു ക്യാരക്ടേഴ്സും വരുന്നുള്ളൂ. അടുത്ത കാർട്ടൂണാണ് കറേജ് ദി ഗൗഡി ഡോഗ്. നമ്മളെല്ലാവരും പണ്ട് CNN-ൽ കണ്ട് ഹൊറർ വൈബിൽ ഇടുന്ന ഒരു കാർട്ടൂണാണ് കറേജ് ദി ഗൗഡി ഡോഗ്. ഇതിന്റെ ഇൻട്രോ തന്നെ ഒരു നൊസ്റ്റാൾജിക് ആണ്. ഇപ്പോഴും ഈ കാർട്ടൂൺ രാത്രി 11:30 ആയാൽ CNN-ലുണ്ട്. ഈ കാർട്ടൂണിലെ അപ്പൂപ്പനെ നമുക്കറിയാം, അപ്പൂപ്പന്റെ റിലേറ്റീവ്സിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു അപ്പൂപ്പന്റെ മമ്മി ക്യാരക്ടർ ഒരു റയർ എപ്പിസോഡിൽ വരുന്നു. ഈ ഒരു ക്യാരക്ടറിന്റെ പേര് മാബഗ് എന്നാണ്. മദേഴ്സ് ഡേ എന്ന എപ്പിസോഡിൽ ഈ ഒരു ക്യാരക്ടർ വരുന്നു. ഇതുപോലെ തന്നെ കറേജ് എന്ന ക്യാരക്ടറിന്റെ ഡാഡി മമ്മി ക്യാരക്ടർ റിമെമ്പർ ദി പാസ്റ്റ് എന്ന ഒരേ ഒരു എപ്പിസോഡിൽ വരുന്നുണ്ട്. അടുത്തത് എഡ് ആൻഡ് എഡി എന്ന കാർട്ടൂൺ. ഇതും പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നതാണ്. ഇവരെ 3 പേരെയും നമുക്കറിയാം, എന്നാൽ 4മതൊരാൾ കൂടിയുണ്ട്. ആ ഒരു ക്യാരക്ടറാണ് എഡീസ് ബ്രദർ. 2009-ൽ പുറത്തിറങ്ങിയ ബിഗ് പിക്ചർ ഷോ എന്ന എപ്പിസോഡിൽ ഈ ഒരു ക്യാരക്ടർ വരുന്നു. അടുത്ത കാർട്ടൂണാണ് നമ്മുടെ ഓഗി ആൻഡ് ദ കോക്രോച്ച്. ഓഗി കാർട്ടൂണിൽ ഓഗിയുടെ റിലേറ്റീവ്സിനെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓഗിയുടെ കസിനാണ് ജാസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. കസിൻ അല്ലാതെ ഓഗിക്ക് സ്വന്തമായുള്ളത് ഒരു അനിയത്തിയാണ്, മോണിക്ക എന്ന ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഓഗിയുടെ ഒരു ട്വിൻ സിസ്റ്റർ ആണ്, പല എപ്പിസോഡിലും വന്നിട്ടുണ്ട്. അടുത്തത് ഓഗിയുടെ അമ്മുമ്മയാണ്, നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. ൽ പുറത്തിറങ്ങിയ ഈ ഒരു കാർട്ടൂണിന്റെ 30ാമത്തെ എപ്പിസോഡിലായിരുന്നു ഈ ഒരു ക്യാരക്ടർ വന്നത്. അടുത്തത് ഓഗിയുടെ പേരൻസ് ആണ്, ഓഗിയുടെ അച്ഛനും അമ്മയും. 2015 ഈ ഒരു കാർട്ടൂണിന്റെ സീസൺ 4-ലായിരുന്നു ഈ ഒരു ക്യാരക്ടേഴ്സ് ആദ്യമായി വരുന്നത്. ഈ ഒരു വൈറ്റ് കാറ്റിനെ കണ്ടാൽ മറ്റൊരു ക്യാരക്ടറായ ഓളി ക്യാരക്ടറെ പോലെയും തോന്നും. അടുത്ത കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി. വേൾഡ് ഫേമസ് ആയ നമ്പർ 1 കാർട്ടൂണായ ടോം ആൻഡ് ജെറിയിലും പല റയർ ക്യാരക്ടേഴ്സും വരുന്നു. ആദ്യം നമുക്ക് ജെറിയുടെ ഫാമിലി നോക്കാം. ജെറിയുടെ അങ്കിളാണ് അങ്കിൾ ഹാരി. 2017 സേ അങ്കിൾ ഹാരി എന്ന എപ്പിസോഡിലായിരുന്നു ഈ ഒരു ക്യാരക്ടർ ആദ്യമായി വന്നത്. മറ്റൊരു അങ്കിളാണ്
അങ്കിൾ പേപ്പോസ്. ഇദ്ദേഹത്തെ നമുക്കറിയാം, നല്ലൊരു മ്യൂസീഷ്യൻ ആണെങ്കിലും ചെറിയൊരു സൈക്കോ കൂടിയാണ് ഇദ്ദേഹം. ജെറിയുടെ കസിനാണ് മസിൽ മൗസ്. ഈ ഒരു ക്യാരക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജെറിയുടെ അനന്തരവൻ അഥവാ നെപ്യൂ ആണ് ടൂഫി. ഈ ഒരു ക്യാരക്ടറെ നമുക്കറിയാം. ഇനി ടോമിന്റെ ബന്ധുക്കളാണ്. ടോമിന്റെ ഓണറാണ് നാനി ദ ടൂ. 90-ൽ പുറത്തിറങ്ങിയ ഫാദേഴ്സ് ഡേ എന്ന എപ്പിസോഡിൽ മറ്റൊരു ക്യാരക്ടർ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഫാദർ ആണെന്ന്. എന്നാൽ ടോമിന്റെ ഫാദറിന്റെയും ഫാദർ മുത്തശ്ശനാണ് വരുന്നത്. ഇതാണ് ടോമിന്റെ അപ്പൂപ്പൻ. അടുത്ത കാർട്ടൂണാണ് പിങ്ക് പാന്തർ. നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന നമ്മുടെ ഫേവറേറ്റ് ആയ ഒരു കാർട്ടൂണാണ് പിങ്ക് പാന്തർ. നമ്മൾ ഇത് ആദ്യമായി കണ്ടത് പോഗോയിലായിരുന്നു, അതായത് സംസാരിക്കാത്ത പിങ്ക് പാന്തർ. പിന്നീട് 2015 ടൈമിൽ ഈ ഒരു കാർട്ടൂൺ കൊച്ചു ടിവിയിൽ വന്നു. അപ്പോൾ സംസാരിക്കുന്ന പിങ്ക് പാന്തർ ആയിരുന്നു. പിങ്ക് പാന്തറിന് 2 മക്കളുണ്ട്, പിങ്കി ആൻഡ് പാങ്കി. ഇവർക്കൊരു സെപ്പറേറ്റ് കാർട്ടൂൺ തന്നെയുണ്ട്. ആ ഒരു കാർട്ടൂണാണ് പിങ്ക് പാന്തർ എന്ന സൺ. ഇതും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. കണ്ടിട്ടുള്ളവർ ഉറപ്പായി കമന്റ് ചെയ്യും. അടുത്തത് ലോണി ട്യൂൺസിന്റെ ബഗ്സ് ബണ്ണി എന്ന കാർട്ടൂണാണ്. ബഗ്സ് ബണ്ണിയെ നമുക്കറിയാം. ഈ ഒരു ക്യാരക്ടറിനും ഒരു നെപ്യൂ ഉണ്ട്, അതാണ് ക്ലൗഡി ബണ്ണി. അടുത്ത കാർട്ടൂണാണ് ബെൻടെൻ. ബെൻടെൻ കാർട്ടൂണിൽ ബെൻടെന്റെ പേരൻസിനെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാതിരിക്കാം. കാൾ ടെന്നിസൺ ആൻഡ് സാന്ദ്ര ടെന്നിസൺ. ഇതുപോലെ തന്നെ ബെൻടെൻ ക്യാരക്ടറിന് ഒരു സുപ്പീരിയർ വെർഷനും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം നമുക്കറിയാം. അടുത്ത കാർട്ടൂൺ ഡോറയാണ്. ഡോറയുടെ പേരൻസിനെ നമുക്കറിയാം. ഇനി നമുക്ക് ബുജിയുടെ പേരൻസിനെ നോക്കാം. ഡോറയ്ക്ക് ഒരു കസിനുണ്ട്, ഡിയാഗോ. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു കസിനായ ചേച്ചി കൂടിയുണ്ട്, അതാണ് ഡെയ്സി. My favorite part was when Dora scored a goal with her super